നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. CPM നാലണയ്ക്ക് വില കൽപ്പിക്കാത്ത രണ്ടു നേതാക്കളാണ് ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡുമായി ആദ്യം ഫേസ്ബുക്ക് വഴിയും നേരിട്ടും പ്രസ്താവന നടത്തിയത്. കണ്ണൂരിലെ പിണറായിയിൽ പാണ്ഡ്യാലമുക്കിൽ പ്രതിനിധീകരിച്ചത് സഖാവ് പി ജയരാജനും തിരുവനന്തപുരത്ത് ഫേസ്ബുക്ക് വഴി പ്രിയപ്പെട്ട കോടിയേരിയുടെ മകൻ സഖാവ് ബിനീഷ് കോടിയേരിയുമാണ് ആദ്യം പുലർകാലത്ത് തന്നെ രംഗപ്രവേശം ചെയ്തത്. ബിനീഷ് തന്റെ ഫേസ്ബുക്കിൽ ദില്ലിയിൽ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യുന്ന VD സതീശനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഫോട്ടോ പങ്കുവെച്ചാണ് ED അന്വേഷണത്തെക്കുറിച്ച് എഴുതിയത്. ചുരുക്കി പറഞ്ഞാൽ കോടിയേരിയുടെ മകൻ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് VD സതീശനും നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം നടന്ന ദില്ലി കൂടിക്കാഴ്ചയുടെ ഫലമാണ് ഇന്നത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എന്നാണ്. പി ജയരാജൻ ഒരു പടി കൂടി കടന്ന് VD സതീശനെ അഭിസംബോധന ചെയ്തത് മേനോൻ സതീശൻ എന്നാണ്. ഈ ജയരാജൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഇനി കേരളത്തിൽ വിലപ്പോവില്ല എന്ന് നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വഴി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവാതെ പോയിട്ടില്ല. പക്ഷെ ഈ പറയുന്ന സഖാക്കൾ തങ്ങളുടെ പൂർവ്വകാല നേതാക്കന്മാരുടെ പേരുകൾ ഒന്ന് പരിശോധിക്കണം. വടശ്ശേരി ദാമോദരൻ മേനോൻ എന്നത് സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അച്ഛന്റെ പേരാണെന്നും സതീശൻ എന്ന പേരിനൊപ്പം മേനോൻ എന്ന് ചേർത്തെഴുതപ്പെടേണ്ടതില്ലെന്നും എല്ലാവർക്കും അറിയാം. ആ അച്ഛന്റെ പേരിലെ മേനോൻ എന്ന ഭാഗം സതീശന്റെ പേരിനോട് സർനെയിം പോലെ കൂട്ടിച്ചേർത്ത് പറയുന്നതിൻ്റെ വങ്കത്തരം എല്ലാവർക്കും മനസ്സിലാകും. ഇനി അഥവാ അങ്ങനെ തന്നെ ആണെങ്കിൽ പോലും ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന പേരിലെ നമ്പൂതിരി എന്ന ഭാഗം വെട്ടിമാറ്റി വേണം കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്ന് നമ്പൂതിരിപ്പാടിന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഏതെങ്കിലും നാവുറപ്പുള്ള സഖാക്കൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് സഖാവ് ജയരാജൻ ഇപ്പോൾ പറയേണ്ടി വരും. സ്വന്തം പൂണൂല് പൊട്ടിച്ചെറിഞ്ഞിട്ടും ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് നമ്പൂതിരി എന്ന വാലും കൂടി മുറിച്ചു മാറ്റിയിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കിത് പറയാൻ നല്ല യോഗ്യതയുണ്ടായിരുന്നു. മാത്രമല്ല EMS എന്ന് പറയുന്നതിന് പകരം നമ്പൂതിരിപ്പാട് എന്ന് തന്നെ ആയിരുന്നല്ലോ പലപ്പോഴും CPM സഖാക്കൾ എല്ലാ വേദികളിലും ഉപയോഗിച്ചിരുന്നത്. കേരളത്തിൽ പലവട്ടം മുഖ്യമന്ത്രിയായിരുന്ന ഏലംപാല കൃഷ്ണൻ നായർ എന്ന സവർണ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരുമ്പോഴും പിന്നീട് നായനാർ എന്ന സവർണ വാല് മുറിച്ചു മാറ്റാൻ ഏതെങ്കിലും ഒരു യോഗത്തിൽ തീരുമാനിച്ചതായി നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് അച്യുത മേനോനെ മേനോൻ പദവി മാറ്റി അച്യുതൻ എന്ന് വിളിച്ചതും വാസുദേവൻ നായരെ വാസുദേവൻ എന്ന് വിളിച്ചതും നമ്മളാരും ചരിത്രത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. ഇങ്ങനെയൊക്കെ വിപ്ലവം മറന്നുപോയ ഒരു സഖാവ് മറ്റുള്ളവരിലേക്ക് ഒരു മേനോൻ വിളി കുത്തിവെക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കുക തന്നെ ചെയ്യും. ഇത്രയും വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മുൻ മുഖ്യമന്ത്രിയെ വേട്ടയാടുമ്പോഴും ആ വിഷയത്തിന്റെ പ്രതികരണ ശക്തി ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നതിലെ രാഷ്ട്രീയം എന്താണ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. സതീശൻ എന്ന് ഒരു ബഹുമാനവുമില്ലാതെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് മേനോൻ സതീശൻ എന്ന് പറയാൻ നിർദ്ദേശം കൊടുക്കുന്ന പി ജയരാജൻ എന്താണ് അതുവഴി ഉദ്ദേശിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. സവർക്കറുടെ പേരിന്റെ കൂടെ ഒരു ദാമോദർ ഉണ്ടെന്നും സതീശന്റെ അച്ഛന്റെ പേര് ദാമോദരൻ ആണെന്നതുകൊണ്ടും രണ്ടുപേരും സംഘപരിവാർ അജണ്ടക്കാരാണെന്ന് പറയുന്നതിൽ പൊളിറ്റിക്കൽ ലോജിക് എന്താണെന്ന് രാഗേഷ് തന്നെ പറഞ്ഞു കൊടുക്കണം. രാഗേഷ് എന്ന് പേരുള്ള നിരവധി ആളുകൾ കോൺഗ്രസിലും BJPയിലും ഉണ്ടെന്ന് കരുതി KK രാഗേഷും ആ പാർട്ടിക്കാരനാണെന്ന് നാളെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ രാഗേഷ് എങ്ങനെയാണ് പ്രതിരോധിക്കുക? കേരളത്തിൽ എല്ലാ പാർട്ടികളിലും കൂടി ഏറ്റവും കൂടുതൽ പേരുള്ള പേര് എന്ന് പറയുന്നത് ജയരാജൻ, വിജയൻ, ഗോവിന്ദൻ എന്നിവയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പേരുകളെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്? BJP സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണത്തെ പോലും കോൺഗ്രസിന്റെ ചുമലിൽ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള നീക്കം അങ്ങേയറ്റം അപമാനകരമാണ്. അത് നല്ല രാഷ്ട്രീയത്തിന് ഭാവിയിൽ ചേരുന്നതല്ല. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഈ വിഷയം വഴി കൂടുതൽ പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രമാണോ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം CPMനകത്തൊരു മെമ്പർഷിപ്പിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായി തിണ്ണ നിരങ്ങുകയാണ് ബിനീഷ് കോടിയേരി. എന്നിട്ടും നൽകിയിട്ടില്ല. കണ്ണൂരിൽ CPMന്റെ സർവതന്ത്ര നേതാവായി നിലകൊണ്ട് ഒരു കാലഘട്ടം മുഴുവൻ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ നിയന്ത്രിച്ച പി ജയരാജന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും നമുക്കറിയാം.
ചെന്താമര വാടി ഉണങ്ങി നിൽക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ. അങ്ങനെയുള്ള ജയരാജനും ഇത്തരം ചില കാര്യങ്ങൾ പറയുന്നത് വഴി പിണറായി വിജയനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണോ എന്ന സംശയം മുറുകുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാളെ സെക്രട്ടേറിയറ്റിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നാൽ അതിൽ അതിശയിക്കാനില്ല എന്ന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് സംഘപരിവാർ ശക്തികൾക്കെതിരെയും പിണറായി വിജയന് അനുകൂലവുമാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ കൃത്യതയോടുകൂടി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, കേരള ആഭ്യന്തര വകുപ്പ് ഈ ഒരു ഘട്ടത്തിൽ ഈ വിഷയം അറിഞ്ഞിട്ടേയില്ല എന്ന്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം കടമെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായാൽ സ്വാഭാവികമായും അവർ ശക്തമായി പ്രതികരിക്കാൻ ഇടയുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെയാണ്. അങ്ങനെ കോൺഗ്രസിന്റെയും കൂടി പിന്തുണയോടെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ വെട്ടിമാറ്റാനുള്ള ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കേണ്ട CPM-ന്റെ നേതാക്കന്മാർ എല്ലാ കുറ്റവും കോൺഗ്രസിന്റെ മുകളിൽ ചാർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വഴി ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, കേരളത്തിൽ തങ്ങളുടെ ശത്രു BJP അല്ല, തങ്ങളുടെ ശത്രു കോൺഗ്രസ് ആണ് എന്ന്.